പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഈ കാഴ്ചപ്പാടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയ മാതാപിതാക്കളെ, കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. വിദ്യാധനം സർവ്വധന പ്രധാനം. വിദ്യാഭ്യാസം എന്നാൽ ഒരേ സമയം വിജ്ഞാന സമ്പാദനവും ശീലങ്ങളുടെയും മനോഭാവങ്ങളുടെയും നൈപുണ്യങ്ങളുടെയും വികസനവും കൂടിച്ചേർന്നതാണ്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നാണ് വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത്. ഈ ഭൂമിയിൽ രൂപം കൊണ്ട് എല്ലാത്തിനും ഒരവസാനമുണ്ട്. എന്നാൽ വിദ്യ കൊടുത്താലും കൊടുത്താലും തീരാത്ത അക്ഷയ നിധിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്യുകയും താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരു പിന്നോക്ക സമുദായത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വഴിയൊരുക്കിയത് വിദ്യാഭ്യാസം സമൂഹത്തെ മാറ്റിയതിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ പള്ളിക്കൂടം പ്രസ്ഥാനത്തോടെ ചാവാഴ്ച ശ്രമിച്ചതും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന ജാതി വ്യവസ്ഥ, അസമത്വം എന്നിവയെ വിദ്യാഭ്യാസത്തിലൂടെ ഇല്ലാതാക്കാനാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നത് കേവലം അറിവ് നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല, മറിച്ച് വ്യക്തിത്വത്തെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ തലങ്ങളിൽ വികസിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണെന്നും മഹാത്മാഗാന്ധി അഭിപ്രായപ്പെടുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാനുള്ള അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ഭീകരാക്രമണത്തിന് ഇരയാകുകയും വെടിയുണ്ടകളേക്കുകയും ചെയ്തെങ്കിലും തന്റെ ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന് വിദ്യാഭ്യാസം തുടർന്ന മലാല യൂസഫ്സായി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് എന്ന നേട്ടത്തിൽ എത്തിയെങ്കിൽ അതിന്റെ കാരണം വിദ്യാഭ്യാസമല്ലാതെ മറ്റെന്താണ്? ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാണ് മലാല ഐക്യരാഷ്ട്രസഭയിലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ആധുനിക ജനാധിപത്യ സംവിധാനം സാക്ഷാത്കാരതയുടെയും ചിന്താശേഷിയുടെയും അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ജനങ്ങൾ വിദ്യാസമ്പന്നരായിരിക്കണം. പൗരബോധവും കടമയും വിദ്യാഭ്യാസത്തിലൂടെ സിദ്ധിക്കുവാൻ സാധിക്കുന്നു. അതുവഴി ചൂഷണത്തിനെതിരെ ശബ്ദിക്കാൻ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ, നൂതന ആശയങ്ങളെ കണ്ടെത്താൻ, സാമൂഹിക പരിഷ്കരണവും നീതിയും സമത്വവും സമാധാനവും നടപ്പിൽ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കും. ഇങ്ങനെ ഒരു മാറ്റം വരുത്തുവാൻ വിദ്യാഭ്യാസം സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പറയൂ, നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, സാമൂഹിക തിന്മകളെ ഉച്ചാരണം ചെയ്യാൻ, സങ്കുചിതമായ പരിശുദ്ധർക്കും വിലങ്ങിടാൻ, മത്സഹിഷ്ണുതയും വിശാല മനസ്സത്തെയും നേടിയെടുക്കാൻ, സർവോപരി ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും വിദ്യാഭ്യാസത്തിന്റെയും വിദ്യാസമ്പന്നതയും പ്രാധാന്യം വളരെ വലുതാണ്. വിദ്യ ഒരു വിളക്കാണ്. ആ ഒരു വിളക്കിൽ നിന്ന് ആയിരക്കണക്കിന് ദീപങ്ങളെ തെളിയിച്ചാലും ആദ്യത്തെ വിളക്കിന്റെ പ്രകാശത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല. മറിച്ച് അതിന്റെ മൂല്യം ഏറുകയാണ് ചെയ്യുന്നത്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. സ്വയം നന്നാവുക, അറിവ് നേടുക എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ.